ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. രാജ്യത്ത് പരമോന്നത നീതിപീഠത്തിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു രാജ്യത്തെ ജനങ്ങൾക്ക്. അത് നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. ഇനി നമ്പിയിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ വഴിയിലേക്ക് പോവുക. അതായത് ജനാധിപത്യ രാജ്യത്ത് നിയമങ്ങളെ മാനിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങളുടെ ഏറ്റവും ആഴത്തിൽ നമ്മൾ പ്രതിഷേധിക്കുക, പ്രക്ഷോഭിക്കുക. കാരണം 21 പേർ ഉത്തർപ്രദേശിൽ മാത്രമായി കൊല്ലപ്പെട്ടു. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാനത്ത് മാത്രമായി 21 പേർ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ആഘാതം വിളിച്ചു പറയുകയാണ്. അത് സുപ്രീം കോടതി കാണാതെ പോയത് ഏറ്റവും വലിയ ഒരു പരാജയമാണ് രാജ്യത്തെ മതേതര സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. യാതൊരു സംശയവുമില്ല. അത് മാത്രമല്ല, സുപ്രീം കോടതി കേന്ദ്രത്തിന് 4 ആഴ്ച കൊടുക്കുകയും ചെയ്തു. ഈ 4 ആഴ്ച മാത്രമാണോ കേന്ദ്രത്തിന് ലഭിക്കുന്ന സമയം? 4 ആഴ്ച എന്ന് പറയുന്നത് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു സമയം മാത്രമാണ്. ആ സമയത്തിനകത്ത് അവർ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നിരിക്കട്ടെ, 5ാമത്തെ ആഴ്ചയിലെ കോടതി വാദം കേൾക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരികയുള്ളൂ. അത് കഴിഞ്ഞ് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സുപ്രീം കോടതി ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനങ്ങളിൽ നിലവിലുള്ള നടപടിക്രമങ്ങൾക്ക് സ്റ്റേ നൽകാൻ സുപ്രീം കോടതി തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന് വീണ്ടും സമയം കിട്ടുകയാണ്. ആ വീണ്ടും ലഭിക്കുന്ന സമയം അവർ ദുരുപയോഗം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് ഒരു സംശയമുള്ളത്? സുപ്രീം കോടതി നിലവിൽ അവർക്ക് നൽകിയ ഈ 4 ആഴ്ചയിൽ തന്നെ കേന്ദ്രം ശക്തമായ നീക്കം നടത്തിയിരിക്കുന്നു. എവിടെയൊക്കെ BJPയുടെ കയ്യിൽ ഭരണമുണ്ടോ, അസം ഒഴിച്ച് മറ്റുള്ള എല്ലായിടങ്ങളിലും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് അതിൻ്റെ അവസാന പടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ 4 ആഴ്ചക്കകം റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റണം, ഞങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, എല്ലാം ശരിയായിരിക്കുന്നു, ഇനി സുപ്രീം കോടതി ഇത് മാനിച്ചാൽ മാത്രം മതി എന്നുള്ള കാര്യം അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റണം. അതിനുവേണ്ടി ഈ 4 ആഴ്ചയെ അവർ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഇത് അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ 4 ആഴ്ച എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ ഏത് രീതിയിലാണ് ഇതിനെ എതിർക്കേണ്ടത്? അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. ലോകത്ത് എല്ലാ വില്ലാളി വീരന്മാരെയും മൂക്ക് കുത്തിച്ചത് പോരാട്ടത്തിലൂടെയാണ്, ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയാണ്, ജനകീയ സമരങ്ങളിലൂടെയാണ്. മുസോളിനിക്ക് എന്താ സംഭവിച്ചത്? ഹിറ്റ്ലറിന് എന്താ സംഭവിച്ചത്? ഫാസിസ്റ്റ് ഭരണകൂടങ്ങളൊക്കെ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ, അവർ ഭയക്കണമെന്നുണ്ടെങ്കിൽ പോരാട്ടത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആഴത്തിൽ നമ്മൾ നിൽക്കേണ്ടതുണ്ട്. രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒരിക്കൽ കൂടി ശക്തി തെളിയിച്ച് വീണ്ടും വരേണ്ടതുണ്ട്. പൗരത്വ ഭേദഗതി നിയമം ഒരു നിയമം മാത്രമായി നിൽക്കുകയുള്ളൂ എന്ന് അമിത്ഷയ്ക്കും കൂട്ടർക്കും നമ്മൾ തെളിയിച്ചു കൊടുത്താൽ മാത്രമേ ഇനി നമുക്ക് ഒരു രക്ഷയുള്ളൂ. കാരണം സുപ്രീം കോടതിയുടെ ആദ്യ തീരുമാനം ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ അനുകൂല തീരുമാനം ഉണ്ടാകാൻ സാധ്യതകളില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ചിലപ്പോൾ അതിന് ഓപ്പോസിറ്റായി എന്തും സംഭവിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വെറും മണ്ടന്മാരായി, അല്ലെങ്കിൽ ശക്തിയില്ലാത്തവരായി, പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടവരായി നമ്മൾ മുദ്ര കുത്തപ്പെടും. അതിന് നമ്മൾ മുതിരരുത്. നമ്മൾ തുറന്ന പോരാട്ടത്തിലൂടെ ഇതിനെ നേരിടാൻ മുന്നോട്ട് വരണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ചന്ദ്രശേഖർ ആസാദ് വിളിച്ചു പറയുന്നത് പോലെ രാജ്യവ്യാപകമായി എല്ലായിടങ്ങളിലും ഷാഹിൻ ബാഗിലെ സമരങ്ങളെപ്പോലെ എല്ലായിടങ്ങളിലും സമരങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം രാജ്യം സമരങ്ങളാൽ, പ്രതിഷേധങ്ങളാൽ, പ്രക്ഷോഭങ്ങളാൽ കത്തിജ്വലിച്ച് നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. 4 ആഴ്ചക്കകത്ത് കേന്ദ്രം അവരുടെ പണി തുടങ്ങും. നമ്മൾ പോരാട്ടത്തിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി ഇന്ന് തന്നെ തയ്യാറാകണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.